അംഗൻവാടി ടീച്ചർ. എന്റെ ഈ ഒരു അവസരത്തിലോട്ട് ഞാൻ കടന്നു വന്നത് എല്ലാവരും പറയും പോലെ തന്നെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം എന്താ വെച്ചാല് നമുക്ക് ഒരുവിധപ്പെട്ട അസുഖങ്ങളൊക്കെ നമ്മൾ അംഗൻവാടിക്കാർക്കാണെങ്കിൽ ഒന്നിനും സമയമില്ല. എല്ലാവരും അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ അസുഖങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകില്ല. കാരണം മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞ എല്ലാവരെയും ഹോസ്പിറ്റലിൽ വിടാനും മെഡിസിൻ അല്ലെങ്കിൽ ഹെൽത്തിലോട്ട് പ്രൊമോട്ട് ചെയ്യാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ നമ്മളെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറില്ല. പക്ഷെ എനിക്ക് ഒരുപാട് നാളുകളിലുണ്ട് എന്റെ തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു അവസ്ഥയിലോട്ട് എത്തിയപ്പോൾ ഒരുപാട് നാളുകൾക്ക് ചികിത്സകളെല്ലാം നടത്തി, ആയുർവേദവും അലോപ്പതി എല്ലാം നടത്തിയിട്ടും ഒരു വ്യത്യാസമൊന്നുമില്ല, കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു മീറ്റിംഗ്, ഞാനൊരു MLM ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് മീറ്റിങ്ങിന് സ്റ്റെപ്പ് കയറി പോയപ്പോൾ ആണ് എന്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ കൂടുതൽ ബോധവതിയായത്. കാരണം എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. നമ്മൾ 2 വീലറിൽ എപ്പോഴും പോകുന്നത് കാരണം നമുക്ക് ആ ഒരു കൂടുതലായിട്ട് നമുക്ക് ആ ഒരു വേദനകളൊന്നും ഞാൻ അത്ര കാര്യമാക്കിയില്ല. പക്ഷെ ആ സ്റ്റെപ്പ് കയറി അവിടെ ചെല്ലണമല്ലോ എന്ന് വിചാരിച്ച് കയറിയപ്പോൾ അപ്പോഴാണ് എന്റെ ഒരു കസിൻ വിനോദ് സാറെ അത് എന്റെ ആ കാഴ്ച കയറ്റം കയറി പോകുന്ന കാഴ്ച കാണുന്നത്. കാരണം ഒരു 80 വയസ്സുള്ളവർ അതിലും വൃത്തിയായിട്ട് നല്ലപോലെ കയറി പോകുന്നവർ. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്താ നിനക്ക് ഇത്രയും ബുദ്ധിമുട്ട് എന്തുവാണെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് മുട്ട് മടക്കി കയറാൻ പറ്റത്തില്ല. കാലും സ്റ്റെപ്പ് കയറുന്നതിനെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ 2 കാലും വെച്ചിട്ടാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവിടെ വെച്ച് തന്നെ എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ അടുത്ത ദിവസം തന്നെ ചാമ്പി തൈലവും ഒരു തൈലം ഉണ്ട്, തൈലം ഒരു ഓയിൽമെന്റും ക്യാപ്സൂളും തരാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു, എന്തായാലും മാറത്തൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ നിർബന്ധിച്ച് തന്നെ എനിക്കത് പിടിച്ചേൽപ്പിച്ച് തന്നതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു. ഒരു മാസം ഉപയോഗിച്ചു. ഒരു മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നി. അതിനോടകം തന്നെ എന്നോട് പറഞ്ഞു, ഒരു ഐഡിയ അടിച്ചിട്ട് നീ ഇതിനകത്ത് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാനുണ്ട്, അതുകൊണ്ട് ഐഡിയ അടിച്ച് തന്നെ നീ ഇത് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ഒരു ഐഡിയ ഒക്കെ അടിച്ചിട്ട് എനിക്ക് പിന്നീട് ഞാൻ തന്നെ അദ്ദേഹം എനിക്ക് കൊണ്ടു തന്നെങ്കിൽ പോലും ഞാൻ എൻ്റെ അടുത്തുള്ള കസിൻസിനൊക്കെ ഇതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്തു. കാരണം എല്ലാവരും വേദനക്കാരും അസുഖക്കാരും ഒക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ അവർക്കും ഞാൻ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ അവരോടും പറഞ്ഞു. അങ്ങനെ അത് പറയാൻ കാരണം വെച്ചാല് നമുക്ക് വോണ്ട് ഹീൽ അതൊരു വലിയൊരു ഉൽപ്പന്നം, ചെറിയൊരു ഓയിൽമെന്റ് ആണെങ്കിൽ പോലും വലിയ റിസൾട്ട് കിട്ടുന്നതാണെന്നൊക്കെ ഞാൻ വാക്മണ്യത്തിൽ കേട്ടു. അങ്ങനെ ഒരു സമയത്ത് എന്റെ നാത്തൻ തിളച്ച എണ്ണ എടുത്ത് പിന്നെ അടുത്ത പാത്രത്തിലോട്ട് ഒഴിച്ചപ്പോഴത്തേക്ക് കൈവെള്ളയിൽ വീണ് കൈ പുള്ളി. ആ സമയത്ത് ഓടി വന്ന് ഇത് പിന്നെ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ ഓയിൽമെന്റ് ആണ് എടുത്തു കൊടുത്തത്. ഓയിൽമെന്റ് എടുത്തു കൊടുത്ത് നല്ലതായിട്ട് തേച്ച് രാവിലെ നോക്കിയപ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു പാട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ആദ്യമായിട്ടായതുകൊണ്ട് ഭയങ്കര റിസൾട്ട്. അത് അടുത്തുള്ളവരെല്ലാം ഇങ്ങനെ അറിഞ്ഞു കേട്ട് അപ്പൊ പിന്നെ എന്റെ അടുത്തുനിന്ന് ചാമ്പി തൈലും അങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു. എന്റെ തൊട്ടടുത്ത ശ്വാസം മുട്ടലും അങ്ങനെയുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഇതുപോലെ ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റുകൾ പറയണമല്ലോ, ചാമ്പിത്തൈലം ഞാൻ ഉപയോഗിച്ചു. ന്യൂവേദന ജെല്ല്, 5 സ്ട്രെസ്, ഭയങ്കര സ്ട്രെസ് ഉണ്ടായിരുന്നു, അതിനെനിക്ക് 5 സ്ട്രെസ് വന്നു. പിന്നെ ന്യൂട്രിലൈഫ് 95, മുരിങ്ങ, ഇമ്മ്യൂണോ3+, നേർവ്, ഞാൻ കഴിക്കാത്തതായിട്ടുള്ള നാസ്യം കഴിക്കാത്തതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പോഴും കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലൂടെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്റെ മക്കൾ എന്നോട് പറയുന്നത് എന്നെ കൊണ്ട് സിറ്റൗട്ടിലൊരു കസാറയിൽ ഇരുത്താനേ കൊള്ളത്തുള്ളൂ, അല്ലാതെ വേറെ ഒരു ജോലിക്ക് എന്നെ കൊള്ളില്ല എന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയത്. എന്റെ അമ്മയ്ക്ക് 75 വയസ്സുണ്ട്, പക്ഷെ അമ്മ ചെയ്യുന്ന ജോലിയുടെ ഒരു 1/4 പോലും ഞാൻ ചെയ്യാറില്ലായിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ ഇരുന്ന സമയത്താണ് അമ്മയ്ക്ക് ഒരു ശ്വാസമുട്ടലുണ്ടായി. ഒരു കല്യാണത്തിന് പോകണം, 3 ദിവസത്തേക്ക് മുന്നേ ആയിരുന്നു ശ്വാസമുട്ടലുണ്ടായി. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇവിടെ ആശ്വാസം ഉണ്ടായിരുന്നു, കവചപ്രാശം, ഇങ്ങനെ വെൽഹാർട്ട്, നാസ്യം, ലിവാഗെയിൻ, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ 95 എല്ലാം കൊടുത്തു. ആ സമയത്ത് ആ 3-ാമത്തെ ദിവസം തന്നെ ആ ഒരു അസുഖം മാറി പുള്ളിക്കാരിക്ക് കല്യാണത്തിന് പോകാനും സാധിച്ചു. അതുപോലെ തന്നെ എന്റെ വീടിന്റെ എന്റെ അപ്പച്ചന്റെ മരുമോടെ അമ്മയ്ക്ക് ഷുഗർ വന്ന് കാലിന്റെ വിരൽ മുറിച്ച് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് ഈ ഒടുഹിലൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. ഒരു 4 ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ ആ വിരലിന് മാറ്റം ഉണ്ടായി, പൂർണ്ണമായിട്ട് കരിയുകയും ചെയ്തു. അതൊക്കെ എന്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതോടുകൂടിയാണ് ഞാൻ ശ്യാമള മേഡവും വിനോദ് സാറും ഇവിടെ വന്നിരുന്ന് എന്നോട് ബിസിനസ് അവസരത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു MLM ചെയ്ത് മടുത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ ബിസിനസ് വരുന്നില്ല, പ്രൊഡക്റ്റ് ഉപയോഗിച്ചോളാം, ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുകയും ചെയ്യും, പക്ഷെ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യത്തില് എനിക്ക് എന്റെ ആ ഐഡിയ അടിച്ചത് വെറും അഡ്രസ്സ് മാത്രം വെച്ച് ഐഡിയ അടിച്ചതേ ഉള്ളായിരുന്നു. പക്ഷെ ഒരു 4 മാസത്തോളം ഞാൻ ഉപയോഗിച്ചു, ആൾക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരുന്ന സമയത്താണ് എന്നോട് ചോദിച്ചത്, നിനക്ക് അക്കൗണ്ടിൽ പൈസ വല്ലതും വന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വന്നിട്ടില്ല എന്ന് പറയാം. അപ്പോ KYC നോക്കിയപ്പോ എന്റെ അക്കൗണ്ടിൽ വരാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതെല്ലാം സാർ അത് ചെയ്തു കഴിഞ്ഞപ്പോ എന്റെ അക്കൗണ്ടിൽ ഒരു 4800 രൂപ
വന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഒന്നും ചെയ്യാതെ എനിക്ക് ഇത്രയും വരുമാനം ഉണ്ടായപ്പോൾ എനിക്ക് പിന്നെ ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് കമല മേഡവും രണ്ടുപേരും കൂടെ വന്നതിനെ കുറിച്ച് വിശദമായിട്ട് എന്നോട് പറഞ്ഞു. അതിലൂടെയാണ് ഞാൻ കൂടുതൽ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പൊ എന്റെ മോന്റെ മൂക്കില് ദശ കിളുക്കുന്നുണ്ടായിരുന്നു. അതിന് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, പ്രോനാസിയ ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ടായി. അതോടുകൂടി എന്റെ ആങ്ങളുടെ മോൾക്കും ഉണ്ടായി. അതെല്ലാം ഒരുപാട് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അതിലൂടെ അതും മാർക്കറ്റി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്റെ ഒരു അംഗൻവാടി കുഞ്ഞിനായിരുന്നു ഭയങ്കരമായിട്ട് എന്നും അസുഖങ്ങളാണ്. എന്നും ആശുപത്രി പോക്ക് 2000-3000 പടിയാ ഒരാഴ്ചയിലും മാസത്തിലുമായിട്ട്. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ കുഞ്ഞിന് കവചപ്രാശവും പിന്നെ ഇത് കഫ്നീലും ഒക്കെ കൊടുത്തു. ഒരുപാട് റിസൾട്ട് ഉണ്ടായി. അതിലൂടെ എന്റെ അംഗൻവാടിയിലെ കുഞ്ഞുങ്ങൾക്കെല്ലാം എനിക്കിത് കൊടുക്കാൻ ഓരോരുത്തരും ചുമ വരുമ്പോ എന്റെ അടുത്ത് തന്നെ വരും. മുറിവ് വന്നാ ഓടി വരിക, വന്നിട്ട് പറയാം ടീച്ചറെ തേക്കുന്ന അത് തരാൻ പറയും. അങ്ങനെ കുഞ്ഞുങ്ങൾക്കും എന്റെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അങ്ങനെയാണ് എനിക്കിപ്പം എന്റെ ബ്രദറിന്റെ വൈഫിന് മുട്ടിന് തേയ്മാനമായിരുന്നു. അത് ഒരുപാട് മേഡം കൂടെ ആണ് വന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തസ്നി അശ്വിനി എന്ന് പറഞ്ഞൊരു ആയുർവേദത്തിന്റെ ഒരു ഹോസ്പിറ്റൽ, അവിടെ പോയാലും ഒരു പ്രാവശ്യം പോയി മരുന്ന് വാങ്ങിക്കുമ്പോൾ 4000-5000 രൂപയാണ് പടിയെടുത്ത്. അങ്ങനെ സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്നു. പുള്ളിക്കാരിക്ക് ഇപ്പൊ നടക്കുന്നുണ്ടെ വേച്ച് പോകുന്നൊരവസ്ഥ. പശു, ആട്, കോഴി എല്ലാം ഉണ്ട്. എല്ലാത്തിനും ഇപ്പോഴും പരിചരിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരിക്ക് കുത്തിയിരിക്കാൻ പോയ സമയമില്ലാത്ത രീതിയിലായിരുന്നു പണി. എന്നാലും ഈ വേദന കൊണ്ടാണ് നടന്നത്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസമെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചെല്ലും എന്ന് ഞാൻ പറഞ്ഞ ചേച്ചി കഴിക്കണം എന്ന് പറയാം. ഷുഗർ എല്ലാം ഉള്ളതാണ്. അപ്പോ പുള്ളിക്കാരിക്ക് പിന്നെ ചാമ്പിത്തൈലവും നോവേദന ജെല്ല്, ക്യാപ്സൂള്, മുരിങ്ങ, നാസിയം, പിന്നെ ഷുഗർ ഉള്ളതുകൊണ്ട് പ്രോട്ടീൻ പൗഡർ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ അവിടെ കൊടുത്തു. ഇപ്പൊ 1 മാസത്തോളമായി നല്ല റിസൾട്ടാണ്. ഇനി കണ്ടിന്യൂസ് ചെയ്യുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം അതുപോലെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്റെ അംഗൻവാടിയുടെ തൊട്ടുമേലിൽ തൊഴിലുറപ്പ് സ്ഥലത്ത് ഒരു അക്കായിക്ക് ഭയങ്കര ഒത്തിരി നാളുകൊണ്ട് ചികിത്സ നടത്തിയിട്ടൊന്നും ഭേദമാകാതെ പിന്നെ അവിടെ അടൂർ ഹോസ്പിറ്റലിൽ മുട്ട് മാറ്റി വെക്കണമെന്നുള്ള ആ ഒരു ഓപ്പറേഷന്റെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ കൂടെ നിൽക്കാൻ ആരും ഇല്ല എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളവിടെ ചെന്ന്, ഞാൻ സുരേന്ദ്ര സാറല്ലോണ്ട് ഞങ്ങളവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞത്, നിങ്ങൾ പറയുന്നതിനേക്കാൾ 100 രൂപ കൂടുതൽ ഞാൻ തരാം, എന്നാലും ഇവിടെ അസുഖം മാറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചാമ്പിത്തൈലവും നോവേദന ജെല്ലും ക്യാപ്സൂളും മുരിങ്ങ, നാസിയം ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചു പറയും, ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, വ്യത്യാസം ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പൊ തൊഴിലുറപ്പിലെ ഉള്ള മറ്റുള്ള ആൾക്കാരെല്ലാം പറഞ്ഞ് ഞങ്ങൾ കഴിപ്പിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ റിസൾട്ട് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്കും ഇത് തന്നെ വാങ്ങിച്ചു ഉപയോഗിക്കാം. ഒരുപാട് പേര് ഇങ്ങനെ കൊണ്ടുവന്ന് തൊഴിലുറപ്പിലൊക്കെ വെച്ച് സാധനങ്ങൾ കൊടുക്കും, ഇവര് വാങ്ങിക്കും. എല്ലാവർക്കും മുട്ടിന് വേദനയും ഒരുപാട് അസ്വസ്ഥതകളുള്ളവരാ. അപ്പൊ അവര് ഈ അക്കായുടെ റിസൾട്ട് നോക്കിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അക്കായ്ക്ക് കുറയാൻ വേണ്ടി അവര് വെള്ളം കുടിക്കാനായാലും അവര് നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കും. ഞാൻ പറയുന്നില്ല, അവർ കേട്ടതായിരുന്നല്ലോ. അപ്പൊ അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് റിസൾട്ട് ഉണ്ട്. ഇപ്പൊ അടുത്ത 1-2 പ്രൊഡക്റ്റുകൾ കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് പൈൽസിന് ഒരുപാട് 3-4 ചെറുപ്പക്കാർക്ക് പൈൽസിന്റെ കൊടുത്തു. പൈൽസിന് നല്ല റിസൾട്ട് ആയിരുന്നു കിട്ടിയിരിക്കുന്നത്. അത് പൈൽസ് ടാബ്ലറ്റും ഓയിൽമെന്റ്, പിന്നെ ലിവാഗെയിന്, ഇമ്മ്യൂണോ3+ ഇതെല്ലാമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പീരീഡ് സംബന്ധമായിട്ട് എന്റെ ഏജ് കുട്ടികൾക്ക് വുമൺ കമ്പാനിയന് ന്യൂട്രൽ ലൈഫും കൊടുത്തു. അത് ഒരാൾക്ക് കൊടുത്താൽ മതിയാവുമല്ലോ. പിന്നെ അത് ആ റിസൾട്ട് നമുക്ക് വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ ഒരു സെക്ഷൻ തന്നെ നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾ കൊടുക്കുമ്പോഴും അതിൻ്റെതാണ് റിസൾട്ട് കൂടുതൽ വരുമ്പോൾ നമുക്ക് ചിലവാകുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് 1 മാസത്തോളം ആയതേ ഉള്ളൂ. തൈറോയിഡ് ഉണ്ടായിരുന്നു, ബ്ലഡ് കുറയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇതുപോലെ ഞാൻ 95 ബ്ലഡ് പ്യൂരിഫയർ, നാസിയം, വെൽഹാർട്ട്, അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും കൊടുത്തു. അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വീടുകളിൽ ആര് വന്നാലും നമ്മള് എല്ലാവരോടും പറയുമല്ലോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ, അവർ ഓട്ടോമാറ്റിക്കലി പറയുകയും ചെയ്യും. അപ്പൊ നമ്മളെ ഇരിക്കുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു മോടെ കൂട്ടുകാരിയുടെ അമ്മ ഒരു കല്യാണത്തിന് ഇവിടെ വന്നപ്പോ ഞങ്ങളുടെ വീട്ടിലാണ് താമസിച്ചത്. ശനിയാഴ്ച വന്നു, ഞായറാഴ്ച പോയി. അപ്പൊ പുള്ളിക്കാരുടെ കാലെല്ലാം ഭയങ്കരമായിട്ട് നീരും ദേഹത്തെല്ലാം ഈ ചൂടുകുരു വന്നതിന്റെ പാട്, അതെല്ലാം പ്രാവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന് ഇവിടെ എന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഉണ്ടഹീലും മുരിങ്ങയും ഒക്കെ കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതൊരു മെഡിക്കൽ സ്റ്റോർ ആണല്ലോ, അലമാരിയിലൊക്കെ നല്ല എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെല്ലാം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു. പിന്നെ എന്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരിക്ക് ഇത്
യൂട്രസിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അതൊരു കുറെ നാളായിട്ട് മരുന്ന് കഴിച്ചിട്ടൊന്നും കുറയാതിരുന്നപ്പോഴാണ് ഞാൻ അവിചാരിതമായിട്ടാണ് ഞാനിത് അറിഞ്ഞു കഴിഞ്ഞു ഞാനിത് പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഇത് ഒരു മാസം പോലും കഴിച്ചില്ല. അതിന് മുന്നേ അത് കഴിഞ്ഞ് പിന്നെ ഒക്കെ ടെൻഷൻ കൊണ്ട് അവൾ പിന്നെയും പോയി നോക്കിയപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നി. അപ്പോൾ എനിക്ക് അവരുടെ കസിന് ഇതുപോലെ കുറെ അസ്വസ്ഥതകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു റിസൾട്ട്, നമ്മൾ പറയുന്ന ഒരു റിസൾട്ട്, ഒരാൾ അല്ലെ ഒരു ഉൽപ്പന്നം കഴിച്ച റിസൾട്ട് ഉണ്ടായാല് അവരിലൂടാണ് അത് പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് അംഗൻവാടിയുടെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ലീവ് എടുക്കാനോ ഒന്നും പറ്റില്ല. ആ സമയത്തല്ല, ഇന്നലെയാണെങ്കിൽ പത്തനംതിട്ട GDSC പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഉണ്ട് സെക്ടർ മീറ്റിംഗ് വെച്ചു. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും നമുക്ക് ഒരു കാര്യത്തിലും ഈ ഒരു ജോലിയിലൂടെ പോകാൻ സാധിക്കുന്നില്ല എന്ന് തോന്നിയ ഒരവസ്ഥയിൽ ഞാൻ ലീവ് എടുക്കാമെന്ന് വിചാരിച്ച് ലീവ് എടുക്കാനുള്ള ലീവ് ലെറ്റർ ഇന്നലെ കൊടുത്തു. പക്ഷെ ഒരു തരത്തിൽ അവർ ലീവ് തരത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും എനിക്ക് 20 വർഷത്തോളമായി അംഗൻവാടി ജോലി ചെയ്യുന്നു. അതിലൂടെ കിട്ടിയത് കുറെ അസുഖങ്ങളും കുറെ മാനസിക സമ്മർദ്ദങ്ങളും അല്ലാതെ ഒരു ബെനിഫിറ്റ് എന്ന് പറയാൻ നമുക്ക് ഈ ഒരു അസുഖങ്ങളെ ഉള്ളൂ. അല്ലാതെ ഒരു വരുമാന മാർഗം കിട്ടുന്നത് ആ മാസം തന്നെ ചെലവാക്കാം, അംഗൻവാടി തന്നെ ചെലവാക്കാനേ ഉള്ളൂ. അപ്പൊ ഈ ഒരു അവസരത്തിലൂടെ വന്നപ്പോ എനിക്ക് നെല്ലിയാമ്പതിയിൽ രണ്ട് ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിന് പോയി ഒരുപാട് മാനസികമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അപ്പൊ അന്ന് രണ്ടുപേരെയും കൊണ്ട് പോയ സ്ഥലത്ത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നെല്ലിയാമ്പതിയിൽ ഒരു ട്രെയിനിങ്ങിനോടെ പോയപ്പോൾ 4 പേരുമായിട്ടാണ് പോയത്. അങ്ങനെ അവിടുന്ന് പിന്നെ ഊട്ടി ട്രിപ്പ് വിൻ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ തായ്ലൻഡ് ട്രിപ്പ് വിൻ ചെയ്യാൻ സാധിച്ചു. അതിലൂടെ എൻ്റെ കൂടെ വന്ന കൂടെ വന്ന തങ്കമ്മ മേഡത്തിന് ഈ ഒരു അവസരത്തിലൂടെ തായ്ലൻഡിന് പോകാനുള്ള ഒരു അവസരം ഉണ്ടായി. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വരുമാനങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസരമാണിത്. ഇതിലൂടെ നമുക്ക് ഏതൊക്കെ ലീഡേഴ്സ് നമുക്ക് സപ്പോർട്ടിനായിട്ട് വരുന്നത്, അതായത് നമ്മുടെ സ്വന്തം ബന്ധുക്കളെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മുടെ ലീഡേഴ്സ് ആണ് നമ്മളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത്. മിനി മാഡം, ശ്യാമളമ്മയുടെ ഒക്കെ എല്ലാ കാര്യത്തിലും എപ്പോഴും നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബ അംഗങ്ങളെ പോലെ തന്നെയാണ് നമ്മളെ കരുതുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിലൂടെ വരുമാനവും നമുക്ക് സന്തോഷവും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എന്നെ ഈ ഒരു അവസരത്തിലേക്ക് ക്ഷണിച്ച എൻ്റെ ഗ്രേറ്റ് ലീഡറായ ശ്യാമള മാമിനോടും അതോടൊപ്പം തന്നെ എൻ്റെ അഫിലിയേറ്റ്സ് ആയിട്ട് എനിക്ക് ഒരുപാട് പേര് എൻ്റെ അഫിലിയേറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അവരെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും എല്ലാ അർത്ഥത്തിലുള്ള ദൈവത്തിനോട് നന്ദി പറയുന്നു. അപ്പൊ ഇന്ന് എൻ്റെ എല്ലാ 20 വർഷത്തോളം അംഗൻവാടി നിന്നിട്ട് നമുക്ക് ഒരു ആദരവുകളോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇതിലൂടെ വന്നതിലൂടെ നമുക്ക് ഒരുപാട് ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. എൻ്റെ ഈ DTC എന്ന റാങ്ക് ഞാൻ എൻ്റെ അഫിലിയേറ്റ്സിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ആശംസകളും എന്നെ ക്ഷണിച്ച ശ്യാമള മാഡത്തിനോടും അതുപോലെ തന്നെയുള്ള എൻ്റെ മിനി മാഡം, ദിവ്യ മാം, എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു ബിന്ദുമ്മ. എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കൂല്ലേ, പ്രോഡക്റ്റിന്റെ റിസൾട്ട്, അതുപോലെ അച്ചീവ്മെന്റ്, ആദരകൾ, മനസ്സിന്റെ വിഷമം, ടെൻഷൻ, ജോലിയുടെ സ്ട്രെസ്, ഇതെല്ലാം നമ്മൾ കേട്ടു. ഇവിടെ വന്നാൽ ഇതെല്ലാം